ഹലോ ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉള്ളൻ ത്രെഡ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവറാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഉള്ളൻ ത്രെഡും അതുപോലെ തന്നെ നമ്മുടെ നീഡിലും എടുത്തിട്ടുണ്ട്. ഇത് 3.5 mm നീഡിലാണ്. നമ്മൾ ഉള്ളൻ ത്രെഡ് എടുത്തതിന് ശേഷം ആദ്യം സെൻറ്ററിൽ ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്ക് വെക്കാനുള്ളൊരു പോർഷനാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഈ നൂലിൻ്റെ അറ്റം നമ്മൾ ഇങ്ങനെ സൈഡിലേക്ക് വെച്ചിട്ട് 2 വിരലിലായിട്ട് ഇങ്ങനെ നൂല് ചുറ്റിയിട്ട് ബാക്കിൽ കൂടെ ഇങ്ങനെ അടിയിൽ നൂല് ആ നീഡിലും കൊണ്ട് ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കണം. ഞാൻ വീണ്ടും പറയണോ, ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. എനിക്കറിയണ പോലെ ഞാൻ പഠിച്ച രീതിയിൽ എനിക്ക് എന്താണോ മനസ്സിലായത് ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ മേ ബി ഇതുപോലെ ആയിരിക്കില്ല. പിന്നെ ഈ ഒരു റിങ്ങിന് മാജിക് റിങ് എന്നാണ് പറയുക, അത് മാത്രമേ എനിക്കറിയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2 ചെയിനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ റിങ് അവിടെ ലോക്കായി. പിന്നെ നമ്മൾ ചൂണ്ട് വിരലിൽ നൂല് ഇങ്ങനെ ചുറ്റി പിടിക്കുക, എന്നാലേ നമുക്ക് ടൈറ്റായിട്ട് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കണ്ടോ ഇങ്ങനെ നമ്മൾ ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് ആദ്യം ഇതിലേക്ക് വലിച്ചു, പിന്നെ നമ്മൾ ഈ മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ നീഡിലിടുക. ഉള്ളിൽ കൂടെ നീഡിലിട്ടിട്ട് നമ്മൾ വിരലിൽ ചുറ്റിയിരിക്കുന്ന ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ, അത് ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട് വലിക്കുമ്പോൾ നമുക്ക് 2 സർക്കിൾ കിട്ടും നീഡിലിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വിരലിൽ ചുറ്റി എന്താ പറയുക ത്രെഡ് ഉള്ളിൽ കൂടെ വലിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി നമുക്ക് കാണുമ്പോൾ ഭയങ്കര പ്രയാസമാണ് തോന്നും, പക്ഷെ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു സാധനമാണ്. എൻ്റെ ക്യാമറയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നേരെ മനസ്സിലാവണില്ല തോന്നുന്നു ആ ഒരു ചെയിൻ്റെ ഇത്. ഇനി ത്രെഡിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞത് കണ്ടവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ ചെയ്യുക. പിന്നെ ഈ ക്രോഷേ ഫോർ ബിഗിനേഴ്സ് അല്ലെങ്കിൽ ക്രോഷെറ്റ് എന്നാണ് ഇതിന് പറയാമെന്ന് തോന്നുന്നു. ഉള്ളൻ ത്രെഡ് എന്നൊക്കെ നിങ്ങൾ ഗൂഗിളിൽ യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്താൽ മതി, അപ്പോൾ വരും. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളും കാര്യങ്ങളൊക്കെ. എനിക്ക് ഒട്ടും പഠിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളായത് കാരണം ഞാൻ ഓടിച്ചോട്ടെ എനിക്ക് എന്താണ് മനസ്സിലായത് അത് വെച്ച് ചെയ്ത്, പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പഠിക്കാനുള്ളത് ഞാൻ സ്വയം പഠിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ചിലവർക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ചിലവർ ഒരു വീഡിയോ കണ്ടിട്ട് പിന്നെ ബാക്കിയുള്ള വശങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോൾ അതിൽ മിസ്റ്റേക്ക് വരുമ്പോൾ ഓക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ വേറെ മെത്തേഡായിരിക്കും വിചാരിച്ചത് നമ്മൾ വേറെ മെത്തേഡ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഇതിൽ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇതുപോലൊരു ചെയിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു എൻഡ് ഉണ്ടല്ലോ, ആ ഒരു എൻഡിലേക്ക് നമ്മളിത് ഇങ്ങനെ നന്നായിട്ട് നൂല് വലിച്ചു കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കും. അതൊരു സർക്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ സർക്കിൾ ഷേപ്പിൽ കിട്ടണം. അപ്പോൾ അതുവരെ നമ്മൾ ചെയിൻസ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും അത് സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഈ ഒരു സർക്കിൾ കുഞ്ഞു സർക്കിളാണ് ഇത് കിട്ടിയത്. ഞങ്ങൾക്ക് വലുത് വേണമെന്നുണ്ടെങ്കിൽ വലുത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കുഞ്ഞ് സർക്കിൾ ചെയ്യണമല്ലോ, ബിക്കോസ് നമുക്ക് വീഡിയോ 10 നമ്മൾ അപ്ലോഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞു സർക്കിൾ ഞങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഞങ്ങൾക്കിത് എത്രത്തോളം വലുത് വേണോ അത്രത്തോളം, അതായത് നിങ്ങളുടെ ഫ്ലവറിന് എത്രത്തോളം വലിപ്പമുണ്ട് അതിനനുസരിച്ചിട്ട് ഞങ്ങൾക്ക് സെൻറ്ററിലുള്ള ഒരു പോർഷനും അത്രത്തോളം ഞങ്ങൾക്ക് വലിപ്പമാക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഒരു 2 ചെയിനും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ചെയിനും കൂടെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഞാൻ വീണ്ടും പറയണോ, ഞാൻ പഠിച്ച് വരുന്നതേ ഉള്ളൂ. ടെക്നിക്കൽ വശങ്ങളൊന്നും തന്നെ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷേ ചിലവർക്ക് ഇതിങ്ങനെ കണ്ടാൽ മനസ്സിലാവുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. എൻ്റെ ബാലൻസ് വരുന്ന ത്രെഡ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ഒരു ത്രെഡ് നമ്മൾ വെളിയിലേക്ക് ഇങ്ങനെ അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ ലോക്കായി. ഇനി അത് അഴിഞ്ഞു പോകുമൊന്നുമില്ല. ആ ത്രെഡ് അങ്ങനെ വലിച്ചെടുക്കാതെ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കാതെ ത്രെഡിൻ്റെ ഒരറ്റം പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഫുള്ള് ലൂസായി അഴിഞ്ഞു വരും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഉള്ളിൽ കൂടെ ത്രെഡ് എടുത്തതിന് ശേഷം ഞങ്ങൾ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. 2 അറ്റവും ഞങ്ങൾ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു സർക്കിളായിട്ട് നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലവർ, അതായത് ഈ ഒരു ഇത് സെൻറ്ററിൽ വയ്ക്കുന്ന ഒരു പോർഷനാണല്ലോ, ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം കേട്ടോ. അതായത് ഫ്ലവറിൻ്റെ ഉണ്ടാക്കാം. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യണത് ഉള്ളൻ ത്രെഡ് തന്നെയാണ്. ഉള്ളൻ ത്രെഡിൻ്റെ യെല്ലോ കളർ ഇല്ലെങ്കിൽ ഒരു ഡാർക്ക് യെല്ലോ എന്നൊക്കെ പറയാം, ഈ ഒരു ത്രെഡാണ് ഞാൻ യൂസ് ചെയ്യണത് കേട്ടോ. ഈ ഒരു കളറാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ ഒരു ത്രെഡ് എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം മാജിക് സർക്കിളാണ് സെൻറ്ററിൽ വെക്കാൻ പോർഷനിൽ ചെയ്ത്, ഇതല്ല, ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒന്ന് കെട്ടിട്ടെടുക്കുക കേട്ടോ. കുറച്ചൊന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ വലിക്കരുത്, കുറച്ചൊരു ഹോളുള്ള രീതിയിൽ. എന്നിട്ട് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നമ്മുടെ സൂചി ഉണ്ടല്ലോ, നമ്മുടെ നീഡിൽ ഉള്ളിൽ കൂടെ ഇടുക. എന്നിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ആ ഹോളിന് വെളിയിലും പോകാൻ പറ്റില്ല, ഹോളിൽ നിന്ന് ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. ആ രീതിയിൽ ഞങ്ങൾ ആ ഹുക്കൊന്ന് മുറുക്കി കൊടുക്കുക കേട്ടോ.
അതിന് ശേഷം നമ്മൾ ചൂണ്ടുവിരലിൽ നമ്മുടെ എന്താണ് ത്രെഡ് ചുറ്റിയതിന് ശേഷം നമ്മളിതാ ഇങ്ങനെ നൂലെടുക്കുന്നുണ്ട്. ഇങ്ങനെ നൂലെടുത്തിട്ട് ആ ഒരു കുഞ്ഞു ഹോളുണ്ടല്ലോ, ആ ഒരു കുഞ്ഞു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വലിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെയിൻ ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ വീണ്ടും നമുക്ക് എത്രയാണോ നമ്മുടെ എന്താണ് എതിളിൻ്റെ ലെങ്ത്ത് വേണത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയിൻസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ എനിക്ക് എത്ര ചെയിൻ ഇട്ടുന്നൊന്നും ഓർമ്മയില്ല. ഞാൻ ഒരു ഊഹാപോഹം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പ്രോപ്പറായിട്ട് മെഷർമെൻറ്റ്സും കാര്യങ്ങളൊന്നും പറഞ്ഞുതരാൻ അറിയില്ല. നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാം. ഞാൻ ഇപ്പോൾ എത്ര ചെയിൻ എടുത്തെന്ന് എനിക്ക് മനസ്സിപ്പോൾ കണ്ടു. ഒരു മുടി ജട പിന്നിയെ പോലെ, ഒരു മുടി പിന്നിയെ പോലെ വന്നില്ലേ, അതുപോലെ നമുക്ക് എത്ര എതിളിൻ്റെ ലെങ്ത്ത് വേണം അതിനനുസരിച്ചിട്ട് ചെയിൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഞാനൊരു 10-12 ഇട്ട് കൊടുത്തെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയിൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചെറിയ ഇതള് മതിയെന്നുണ്ടെങ്കിൽ ചെറിയ ചെയിൻസ്, അതായത് കുറച്ച് ചെയിൻസ്, ഒരു 7-8 ചെയിൻസൊക്കെ ഇട്ടിട്ട് കുഞ്ഞ് ഫ്ലവേഴ്സ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇത് ചെയ്ത് വരുമ്പോൾ ഭയങ്കര പാടായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ നല്ല ഈസി ആയിട്ട് ടി വി കാണുമ്പോൾ ടക്ക് നമുക്ക് തുന്നിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പം എൻ്റെ മെയിൻ ഹോബി ഇതാണ്. ടി വി കാണുമ്പോഴൊക്കെ ഈ നൂലും സൂചി എൻ്റെ കയ്യിലുണ്ടാവും. അപ്പം നമ്മളത് ചെയിൻസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതൊക്കെ എങ്ങനെയാണ് ഈ ക്രോഷ്യൻ്റെ ടെക്നിക്കൽ വശങ്ങളും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മതി. യൂട്യൂബിൽ സെർച്ച് ചെയ്താലും കിട്ടും, മലയാളം തമിഴും ഇംഗ്ലീഷും എല്ലാം കിട്ടും. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എനിക്ക് വീഡിയോസ് കിട്ടുമെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ സീരിയസ്ലി ഞാൻ വെരി ഹോണസ്റ്റ് ആയിട്ട് പറയണം, എനിക്ക് തമിഴും മലയാളം ഒന്നും പറഞ്ഞു തന്നത് മനസ്സിലായില്ല, പറയണത് മനസ്സിലായില്ല. സ്റ്റിച്ചിങ്ങും എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നി. ഞാനൊരു ഇംഗ്ലീഷ് ചാനൽ കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ വലിയൊരു ഇതിൽ പറയല്ല, ചിലത് നമുക്ക് ചിലവരുടെ ചാനൽ കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ സൂചിയിൽ ഒരു ചുറ്റിയിട്ട് നമ്മളത് ഈ ഒരു ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുന്നുണ്ട്. കണ്ടോ, ഒരു ചെയിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുമ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടി. ഇനി അതിൻ്റെ ആ 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എൻ്റെ ഒരു മെത്തേഡാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ആ നമ്മുടെ ആ നീഡിൽ 2 ചുറ്റി എന്നിട്ട് ഉള്ളിൽ കൂടെ എടുത്തു. അതിന് ശേഷം നമ്മൾ വീണ്ടും നമുക്കിപ്പോൾ 4 എണ്ണം കിട്ടിയില്ല ആ നീഡിലിൻ്റെ ഉള്ളിൽ, അതിൽ ആ 4 എണ്ണത്തിലെ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. വീണ്ടും നമ്മൾ ബാലൻസ് വരുന്ന ആ ഒരു 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുന്നുണ്ട്. കണ്ടോ, 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. വീണ്ടും നമുക്കൊരു 2 എണ്ണം കിട്ടി. അപ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു ചെയിനിൻ്റെ ആ ഒരു 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. അതായത് നീഡിലെ ഒരു റിങ്, ആ ഒരു സർക്കിൾ ത്രെഡ് ആവണ വരെ നിങ്ങൾ എടുക്കണം. ഇനി നമ്മൾ വീണ്ടും 2 ചുറ്റി എന്നിട്ട് നമ്മുടെ നേരത്തെ ചെയ്ത ആ ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടു. അതിനുശേഷം നമ്മൾ നീഡിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യം ഒരു ചെയിനിലേക്ക് ഇട്ട് വലിച്ചു, പിന്നെ നമ്മൾ 2 ചെയിനിലേക്ക് ആക്കി വലിച്ചു, പിന്നെ വീണ്ടും അഗെയിൻ നമ്മൾ 2 ചെയിനിലേക്ക് ആക്കി വലിച്ചു. വീണ്ടും ലൂപ്പിൽ എത്ര റിങ്സ് ഉണ്ട്, 2 എണ്ണം ഉണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഒരു ചെയിൻ കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് വലിച്ചു. ഇപ്പോൾ നമുക്ക് സിംഗിൾ റിങ്ങേ ഉള്ളൂ. ഇനി സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ കുറച്ചൊരു എൻഡ് വരെ ചെയ്യുക. കണ്ടോ, ഒരു എൻഡ് വരെ ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടണത്. ഇനി നമുക്ക് 2 ചുറ്റാതെ തന്നെ നമ്മുടെ ആ ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിൻ്റെ എൻഡ്, ആ ഒരു കെട്ടിട്ട വശം അവിടെ കൊണ്ടുപോയിട്ട് നമ്മളൊരു ചെയിൻ ഇടുക കേട്ടോ. അതൊന്ന് കുറച്ചൊരു ഇങ്ങനെ കൂർപ്പിച്ച് നിൽക്കുന്ന ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ ഞാൻ മുമ്പ് ചെയ്ത എതിളുകളുടെ മെഷർമെൻറ്റ്സ് എനിക്ക് മറന്നുപോയി. മുമ്പ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് എതിളുകൾ, അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്സ് ആക്ച്വലി ഞാൻ മറന്നുപോയി. ഇനിയൊക്കെ എഴുതി വെക്കണം. അപ്പോൾ ഇനി നൂലിൽ നമ്മൾ സൂചിയിൽ ഒരു ചുറ്റിയിട്ട് നമ്മുടെ ചെയിനിൻ്റെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ തിരിച്ച് പിടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ആ സൂചീൻ്റെ ഉള്ളിലുള്ള റിങ്ങിൽ കൂടെ എടുക്കുക. അത് സിംഗിൾ ത്രെഡ് ആവുന്നത് വരെ നമ്മളിങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അഗെയിൻ വീണ്ടും നമ്മൾ 2 ചുറ്റുന്നുണ്ട്. 2 ചുറ്റിയതിന് ശേഷം നമ്മുടെ ചെയിൻ നമ്മൾ ബേസായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് വലിച്ചതിന് ശേഷം ആ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെയും വലിക്കുക കേട്ടോ. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. എനിക്ക് പറ്റിയൊരു പാളിച്ച അതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എതിളിൽ കുറച്ച് ഫിനിഷിംഗ് ഇല്ലാത്തൊരു രീതിയിൽ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ബാക്കി സെയിം പ്രോസസ്സ് ഇത് തന്നെയാണ്. പക്ഷേ ഇടയിൽ എവിടെയോ എനിക്ക് മെഷർമെൻറ്റ്സ് ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പം നിങ്ങൾ ഓർത്ത് വയ്ക്കുക, എത്ര ചുറ്റാണ് ചുറ്റിയത്, എത്ര ചെയിൻസാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതെന്നൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പം
ഇതുപോലെ നമ്മൾ എടുക്കുന്നുണ്ട്, ഉള്ളിൽ കൂടെ എടുക്കുക. സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ എൻഡ് വരെ, അതായത് എവിടെ നിന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എതിൾ ക്രിയേറ്റ് ചെയ്യാൻ, അതിൻ്റെ അവിടം വരെ നമ്മൾ അങ്ങനെ ചെയ്ത് ആ ഒരു എതിൾ രണ്ട് സൈഡും ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആക്ച്വലി ഈ ഒരു മോഡലിൽ തന്നെയാണ് ലീഫും ചെയ്യേണ്ടത്. പക്ഷേ അതിൻ്റെ അറ്റമൊക്കെ എത്തുന്ന സമയത്ത് കുറച്ച് ഫിനിഷിങ്ങിൻ്റെ അവിടെയൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരും. ചെയിൻസിൻ്റെ എണ്ണം കൂടുതലാവുക, കുറയുക, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് ടെക്നിക്കലായിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു, എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷേ ലീഫൊക്കെ നമ്മൾ ഈ ഒരു എതിൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ലീഫും അതുപോലെ തന്നെ എത്ര ഫ്ലവേഴ്സ് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ്. മെയിനായിട്ട് സ്റ്റിച്ച്, ബേസിക് ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ചെയ്യാൻ പറ്റും കേട്ടോ. ചെയിനും അതുപോലെ തന്നെ ഈ നൂല് ചുറ്റണതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എത്ര വലിയ ഫ്ലവേഴ്സ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ പറയണത് മനസ്സിലാവുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ടെക്നിക്കൽ വശങ്ങളൊക്കെ പഠിച്ചിട്ട് പറഞ്ഞു തരാം. എനിക്കിപ്പോഴും എനിക്കത് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണമാണ്. അപ്പോൾ നമ്മളിത് ഈ ഒരു എൻഡിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് നമ്മളൊരു 2 ചെയിൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്കൊരു കുമ്പിളിൻ്റെ ഒരു ഷേപ്പിലൊക്കെ കിട്ടിയിരിക്കുന്നത്, പോലത്തെ ഒരു ഷേപ്പിൽ, ഇങ്ങനെ ഒരു കുമ്പിളിൻ്റെ ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടോ? ഇനി ഇത് നിങ്ങൾക്ക് ആക്ച്വലി അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ആ നൂല് ഞങ്ങളൊന്ന് വലിച്ചെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അത് നമ്മൾ ആ അറ്റത്ത് പിടിച്ച് അതായത് ആ നൂലുള്ളിൽ കൂടെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നൂലിൽ പിടിച്ച് വലിച്ചാൽ അത് ഫുള്ള് ടക്ക് നഴിഞ്ഞ് വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് അത് ഉള്ളിൽ കൂടെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്ത് അതവിടെ ലോക്കായി. ഇപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു എതിൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എതിളിൻ്റെ ഷേപ്പിൽ തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് എതിളാണ്. നമ്മൾ ഒരു സൈഡ് മാത്രം ഇങ്ങനെ കൂർപ്പിച്ച് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എന്താ പറയുക, ഇങ്ങനെ വിരിയാനായി നിൽക്കുന്ന ഒരു പൂവിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അതാ ഞാൻ നേരത്തെ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് എതിളുകളാണ് കേട്ടോ അത്. ഇനി ഇതിൻ്റെയൊക്കെ നമ്മുടെ ഈ ഒരു എന്താ പറയുക എൻഡിൽ വരുന്ന ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ആ ഒരു ത്രെഡൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വെച്ച് നോക്കുകയാണ് എതിളുകൾ മതിയോ, ഇത് ഷേപ്പ് കറക്റ്റായോ എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. നോക്കിയതിന് ശേഷം ഞങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പിന്നെ ഒട്ടിച്ചാൽ മതി. ഇത് ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം, ഇല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. ആക്ച്വലി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം, പക്ഷെ ഞാൻ ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഇനി ഫസ്റ്റ് ടൈം വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് പാളിപ്പോയി കഴിഞ്ഞാൽ സമയവും പോകും, ഞാൻ എത്രയും നേരം കഷ്ടപ്പെട്ടതൊക്കെ വേസ്റ്റ് ആവുകയും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ബാലൻസ് വരുന്ന ആ ഒരു ത്രെഡൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. വേറെ ഏത് കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഈ ഒരു കളർ കാണിച്ചൊന്നേ ഉള്ളൂ. എനിക്കിങ്ങനെ ടമ്മർ പടാറുള്ള കളർ ചിലതൊക്കെ ഇഷ്ടമാണ്, ചിലതൊക്കെ ലൈറ്റ് കളേഴ്സ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫെൽറ്റ് ഷീറ്റാണ് എടുക്കേണ്ടത്. അയ്യോ, ഫെൽറ്റ് ഷീറ്റിൻ്റെ കോലമൊന്നും കാണണ്ട. അപ്പോൾ അതൊന്ന് ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിതൊക്കെ കളയാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞു പീസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നായി കടിച്ച് വലിച്ച പോലത്തെ ഷേപ്പിലിരിക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലത്തെ ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മേലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി പോണത്. പിന്നെ ഏതൊരു മോഡൽ, ഏതൊരു ക്ലിപ്പ് ചെയ്യാമെന്ന് അതിൻ്റെ ബേസായിട്ട് എടുക്കുന്ന സാധനവും നമ്മുടെ മോഡലും സെയിം കളർ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആക്ച്വലി എനിക്ക് തോന്നുന്നു യെല്ലോ കളർ ഫെൽറ്റ് ഷീറ്റാണ് എടുക്കേണ്ടത്, പക്ഷേ എൻ്റെ യെല്ലോ ഇല്ല, അത് കാരണം ഞാൻ റെഡ് എടുത്തോന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഈ ഒരു ഫെൽറ്റ് ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തതിലേക്ക് നമ്മൾ ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്തിട്ടാണ് എതിളുകൾ വെച്ച് കൊടുക്കാൻ വേണ്ടി പോണത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഫെവി ബോണ്ടോ ഫെവി ക്വിക്കല്ല ഫെവി ബോണ്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ 8000 ഒക്കെ യൂസ് ചെയ്യാം, പക്ഷേ കുറച്ചേരം പിടിച്ച് നിൽക്കേണ്ടി വരും. ഇത് കണ്ടു. ഇനി കുറച്ച് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഓരോ എതിളുകൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 5 എതിളുകളാണ് ഒട്ടിച്ചു കൊടുക്കണം. നല്ല അടുപ്പിച്ച് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഗം അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് കിട്ടും. പിന്നെ ഞാനിവിടെ പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. പിള്ളേരുടെ കയ്യിൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയാണ്. ചിലപ്പോൾ ഒന്ന് പിടിച്ച് വലിച്ചാൽ തന്നെ പോവും. പക്ഷേ ഈ ഒരു ഫെൽറ്റ് ഷീറ്റും ഈ ഒരു ത്രെഡും തമ്മിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നതാണ് എനിക്കൊരു വിശ്വാസം. വിട്ട് വരില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ 5 എതിളും വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ ലീഫും ബീഡ്സ് വർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. പക്ഷേ സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു ഫ്ലവർ വന്നിട്ട് നല്ല രസമുണ്ട്. വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് തോന്നിയത്. അത് കണ്ടോ, ബാക്ക് സൈഡ് ഇങ്ങനെയായിരിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ, ആ ഒരു
കാപ്പിപ്പൊടി കളറല്ല, ഈ ഒരു ബ്രൗൺ കളർ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പകരം നിങ്ങൾക്ക് ബീഡ്സ് എന്തെങ്കിലും വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സീരിയസ്ലി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ. എനിക്കെന്തോ ഇപ്പോൾ ഇതിൻ്റെ അടുത്തൊക്കെയാണ് കുറച്ച് പ്രാന്ത് കൂടുതൽ. ഞാൻ എന്തൊക്കെ ഇനി മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നാണ് ഞാൻ ഓർക്കുള്ളൂ എന്തൊരു മോഡൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാകുമ്പോൾ ഇനി കളറ് പോകും, ഗിൽഡർ ഷീറ്റിലെ പോലെ കളറ് പോകും, ഇളകി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. സ്റ്റിച്ച് ചെയ്തത് കാരണം ഇളകി വരുമൊന്നുമില്ല. നല്ല സ്ട്രോങ് ആയിട്ട് ലോക്കൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇളകി വരുമൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബീഡ്സും ലീഫൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല സൂപ്പറായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. കുട്ടികൾക്കൊക്കെ തലയിൽ വെച്ചാൽ നല്ല ക്യൂട്ടായിട്ടുണ്ടാവും, കാണാൻ വേണ്ടി നല്ല സ്റ്റാൻഡേർഡും ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കാണണം കേട്ടോ. നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.